കേരളം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു നാടായിട്ടാണ്. അത് ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിട്ടുണ്ടാവുക വിദേശത്തു നിന്ന് വരുന്ന മലയാളികൾ തന്നെയാവും. ആ പച്ചപ്പ് കാണുമ്പോഴുള്ള ഒരു ആവേശം അത് വേറെ തന്നെയാണ്. എന്നാൽ താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് പണ്ടുള്ളതിൽ നിന്നും നാട് എത്രയോ മാറിപ്പോയിട്ടുണ്ട് എന്നുള്ളത്. കുട്ടിക്കാലത്ത് നമ്മൾ കണ്ടിരുന്ന പലതും ഇന്ന് നാട്ടിൽ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. തുമ്പപ്പൂവ്, ചീമക്കൊന്ന, തൊട്ടാവാടി, അങ്ങനെ പലതും. എന്നാൽ ഇതുപോലുള്ള ചെടികൾ നമുക്ക് ഈ മരുഭൂമിയിൽ കാണാൻ സാധിച്ചാലോ? അങ്ങനെയുള്ള ഒരു കാഴ്ചയിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതിനായി നമുക്ക് ഈ അൽഫുർജാൻ വില്ലയുടെ ഇടയിൽ കൂടി ഒന്ന് സഞ്ചരിച്ചു നോക്കാം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ദുബായിലുള്ള അൽഫുർജാൻ എന്ന് പറയുന്ന ഒരു ഏരിയ. നമുക്ക് കണ്ടു നോക്കാം അൽഫുർജാൻ എങ്ങനെയുണ്ട്. ഓക്കെ, കമോൺ. ഞാനിപ്പോഴും നിൽക്കുന്നത് അൽഫുർജാൻ വില്ലാസിൻ്റെ ഒരു ഗാർഡൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു പാസേജ് അല്ലെങ്കിൽ ഒരു ലോൺ ഏരിയ. നമ്മളെ നാട്ടിൽ നമുക്ക് പല ചെടികളും ഇപ്പോൾ അന്യം നിൽക്കുന്ന സമയമാണ്. അങ്ങനെയുള്ള സമയത്താണ് ഞാൻ ഇവിടെ ഒരു കാഴ്ച കണ്ടത്. എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു. നമ്മളെ നാട്ടിൽ പറയുന്ന മുട്ടാമുളിങ്ങ. അപ്പോൾ ആ ചെടി ഇവിടെ വളരുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അതും ഇവിടെയുള്ള ഈ 40-42 ഡിഗ്രി 45 ഡിഗ്രിയിലൊക്കെയാണ് ചൂടുള്ളത്. ആ സമയത്ത് ഇവരിവിടെ നട്ട് വളർത്തുന്നതാണ് ഈ മുട്ടാമുളി എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അത് എനിക്ക് വളരെ ഒരു വിജയകരമായ കാര്യമായിട്ട് തോന്നി. അപ്പോൾ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കും. മുട്ടാമുളിങ്ങയാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ മുട്ടാമുളിങ്ങ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? ഇതാണ് ആ മുട്ടാമുളിങ്ങൻ്റെ ചെടി. ഇത് കണ്ടോളൂ, ഇതിൽ നിറയെ മുട്ടാമുളിങ്ങ. ഒന്നും രണ്ടും ഇല്ല, അത് കൊലയായിട്ടാണ് ഇതിൻ്റെ കാഴ്ച നിൽക്കുന്നത്. കണ്ടോ? അതിനൊന്ന് വേണമെങ്കിൽ ഞാൻ കുറച്ച് കാണിച്ചു തരാം. കുറച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ ഇത് ചെറുതേ ആയിട്ടുള്ളൂ തോന്നുന്നു, അത്രയും വളർന്നു വന്നിട്ടില്ല. ഇതാണ് സംഭവം. ഇതാണ് സംഭവം നമ്മുടെ മുട്ടാമുളിങ്ങ. ഞാനത് മൊത്തത്തിലുള്ളതൊന്ന് എടുത്ത് കാണിച്ചു തരാം. ഇതാണ് ശരിയായ മുട്ടാമുളിങ്ങ. അതിൻ്റെ എത്രയോ എണ്ണങ്ങൾ ഇവിടെ ഇങ്ങനെ തഴച്ച് വളർന്നു നിൽക്കുകയാണ്. കാണിക്കാൻ പോകുന്നത് ആ മുട്ടാമുളിങ്ങയുടെ ചെടികളുടെ ഒരു കൂട്ടം തന്നെ. മൊത്തത്തിൽ മുട്ടാമുളിങ്ങയുടെ ചെടിയാണ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മുഴുവനും മുട്ടാമുളിയാണ്. മുഴുവനും മുട്ടാമുളിയാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതൊക്കെ അന്യം നിന്ന് പോകുന്ന സമയമാണ്. ഇത് നോക്കാം, എനിക്ക് കണ്ടിട്ട് വളരെ വിഷയം തോന്നിയൊരു സംഭവമാണ്. ഇതാണ് നമ്മളെ നാട്ടിൽ പറയുന്ന ഇവിടെയായാലും അതന്നെയാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഈ മുട്ടുവേദന മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് വെച്ച് കെട്ടിയാൽ നല്ല മുട്ടുവേദനയൊക്കെ കുറവുണ്ടാവുമെന്നൊക്കെ പറയുന്നുണ്ട്, ആയുർവേദ വൈദ്യന്മാർ പറയാറുണ്ട്. അപ്പോൾ അതുപോലെ നല്ലൊരു ഔഷധ ഗുണമുള്ളൊരു ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ പൂക്കൾ നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് കാണാം. ഇത് നമ്മൾ ഇപ്പോൾ അവിടെ കണ്ട ആ ചെറിയ ചെടി ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു വലിയ
അതിൽ നല്ല പൂക്കളൊക്കെ പിടിക്കുന്ന പൂക്കളൊക്കെ പിടിക്കും. വളരെ ഔഷധ ഗുണമുള്ള ഒരു മരമാണ് ഇത്. ആയ ഇത് പൂവ് മൊത്തം നല്ല ഇതൊക്കെ നല്ല ഔഷധ ഗുണമുള്ള ചെടി എന്നാണ് പറയുക. ഇതിൻ്റെ കായ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് നമുക്കറിയില്ല, പക്ഷെ അതിൽ കായം പിടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന കൊണ്ടപ്പൂ എന്ന് പറയുന്നത്. അതാണ് ഇത് മഞ്ഞ കൊണ്ടപ്പൂ. ഇതിൻ്റെ തന്നെ 1-2 കളർ വേറെ ഏരിയയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നോക്കി എത്ര നല്ല പഴുത്ത് വളരുന്നുണ്ട് നോക്കി. നാട്ടിൽ നമ്മൾ ശ്രമിക്കാത്തതുകൊണ്ടാണ് ഇതുപോലുള്ള മരങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ വേറൊരു കളറാണ്. കൊണ്ടപ്പൂവിൻ്റെ വൈറ്റ് കൊണ്ടപ്പൂവാണ്. നല്ല ഭംഗിയാണ്. ആ പച്ച കളറും ആ വൈറ്റ് കളറും മിക്സാണ്. ഇത് നമ്മുടെ നാട്ടിൽ വളരെ അന്യം നിൽക്കുന്ന ഒരു ചെടിയാണ്. നമുക്ക് അന്വേഷിച്ച് പോകേണ്ടി വരുന്നതൊക്കെ കാണണമെങ്കിൽ ഓണത്തിന് പൂക്കളിടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ തീരെ ഇതൊന്നും കാണാനില്ല. അമ്പലങ്ങളിലൊക്കെ അധികം വളർത്തിയൊരു ചെടിയാണ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം നിറയെ പൂക്കളാണ്. എന്ത് ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടി. കണ്ടു ഇത് ദുബൈയിലാണേ, ഇത് നാട്ടിലല്ല. എല്ലാവർക്കും ഒന്ന് ഓർമ്മ വേണം കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ പൂക്കളിപ്പോൾ ചില സമയത്ത് ചില സ്ഥലത്തൊക്കെ ഉണ്ടാകുമായിരുന്നു. പക്ഷെ നമുക്ക് ദുബൈയിലൊക്കെ ഇതൊക്കെ കാണുമ്പോൾ വളരെ ഒരു അതിശയം തോന്നുന്ന കാര്യമാണ്. ഇതാണ് മഞ്ഞ അരളിപ്പൂക്കൾ. ഇത് ഇവിടുത്തെ പക്ഷികൾ ചിലക്കുന്നതാണ്, ഒറിജിനലായിട്ടുള്ള. ഇതിൽ നിറച്ചും ഈ 2-3 മരങ്ങളിൽ നിറച്ചും ചെറിയ ചെറിയ കിളികളാണ്. ആ കിളികളുടെ സൗണ്ടാണ് ഞാൻ കേൾക്കുന്നത്. ഇപ്പം നമ്മുടെ ഒച്ച കേട്ടപ്പോൾ അത് കുറച്ച് സൗണ്ട് കുറച്ച്. ഇവിടെ പോയി കഴിഞ്ഞാൽ കാണാം അതിനകത്തുള്ള കിളികൾ. വേപ്പിൻ്റെ ഇലയാണ്. നമ്മൾ പല മരുന്നുകൾക്ക് ഉപയോഗിക്കുന്ന വേപ്പിൻ്റെ ഇല. നമ്മൾ താരന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ ബോക്സ് ആയി കഴിഞ്ഞാൽ നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. അത് ഇവിടെ നന്നായി വെള്ളമൊക്കെ വെച്ച് ഇങ്ങനെ നന്നായിട്ട് വളരുന്നുണ്ട്. ഇവിടെ ഇതുള്ള കുറേ മരങ്ങളുണ്ട് വേപ്പിൻ്റെ ഇലയുടെ. ഇത് വേപ്പിൻ്റെ മരമാണ്. ഇപ്പോൾ നമ്മൾ അവിടെ കണ്ടൊരു മരമുണ്ടല്ലോ, അതുപോലെ തന്നെ നല്ലൊരു മരമാണ്. നന്നായിട്ട് വളരുന്നുണ്ട്. ഇവിടെ കുറച്ച് വെള്ളമൊക്കെ അവർ വയ്ക്കുന്നതുകൊണ്ട് നല്ല ഇങ്ങനെ തഴച്ച് വളരുന്നുണ്ട്. ഒരു വീട്ടിൽ വളർത്തുന്നുണ്ട്. ഇപ്പം നിറയെ വേപ്പിൻ്റെ മരങ്ങളാണ്. പിന്നെ അതിനകത്ത് പോയി കഴിഞ്ഞാൽ കാട് പോലെയുണ്ട്. ഇതാണ് പച്ചച്ചീര. നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന ചുവന്ന പോലത്തെ പച്ചച്ചീര. ഇതും ഇവിടെ ഈ ഏരിയയിൽ കണ്ടവാനം ഒരു നട്ടുള്ളത്. ഇതാണ് നമ്മുടെ നാട്ടിലുള്ള പച്ചച്ചീര. അതും ഇവിടെ വളരുന്നുണ്ട്. കുറച്ച് വെള്ളയിക്കേണ്ട ആവശ്യമില്ല.
നന്നായിട്ട് അവർ വെള്ളം കേട്ട് വെള്ളം പിടിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നന്നായിട്ട് വളരും. ഇതൊക്കെ നല്ല 10 വർഷം അടിയിലും അവർ പൈപ്പൊക്കെ ഇട്ടിട്ട് നല്ല വെള്ളം അടിക്കുന്നത്. ഇങ്ങനെ രാവിലെയും വൈകുന്നേരമായിട്ട് വെള്ളം അടിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഈ മരങ്ങളൊക്കെ ഇവിടെ ഇത്ര നല്ല ഉഷാറായി നിൽക്കുന്നത്. ഇത് ബോഗൺവില്ലയുടെ ഒരു കളറാണ്. ഇതുപോലുള്ള 2-3 വ്യത്യസ്ത തരത്തിലുള്ള കളറുള്ള ബോഗൺവില്ലാസ് ഉണ്ട് ഇവിടെ. അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ 40 ഡിഗ്രി ചൂടിലൊക്കെയാണ് ഇവരിങ്ങനെ നട്ട് വളർത്തുന്നത്. നോക്കി എത്ര നല്ല പച്ചപ്പച്ചയിൽ നിൽക്കുന്നുണ്ട്. അത്രക്കും നല്ല രീതിയിൽ ഇതാണ് വൈറ്റ് ബോഗൺവില്ല. നമ്മൾ നേരത്തെ കണ്ടത് ഒരു പിങ്ക് ആയിരുന്നു. ഇപ്പോൾ വൈറ്റ് ബോഗൺവില്ല നല്ല തളിർത്ത് നിൽക്കുകയാണ്. അടിപൊളി ബോഗൺവില്ല. ഇത് വൈറ്റ് ബോഗൺവില്ലയാണ്. പക്ഷേ ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ഇലകളാണ്. നല്ല ഡാർക്ക് മറ്റേ ചെടികളെ പോലെ ഡാർക്ക് ഗ്രീൻ അല്ല, ലൈറ്റ് ഗ്രീൻ കളറുള്ള ഇലകളാണ്. അപ്പോൾ അത് രണ്ടുമായിട്ട് മിക്സായിട്ട് വരുമ്പോൾ വളരെ നല്ല രസമുണ്ട് ഇതിനെ കാണാൻ. നല്ല ഭംഗിയുണ്ട്. അത് നിറച്ചും പൂക്കളുണ്ട്, അതുപോലെ തന്നെ ഇലകൾ. ഇത് ചെമ്പകപ്പൂ. നമ്മുടെ നാട്ടിലിപ്പോൾ ചെമ്പകപ്പൂ എന്നൊക്കെ അന്വേഷിച്ച് പോകേണ്ടി വരും. അങ്ങനത്തെ ഒരവസ്ഥയാണ്. പക്ഷെ ഇവിടെ ഇതിൽ നട്ട് വളർത്തുന്നതാണ്. നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ച് നല്ല വൃത്തിക്ക് നട്ട് വളർത്തുന്ന ചെമ്പകപ്പൂക്കളാണ്. ഇഷ്ടംപോലെ നിറച്ചും പൂക്കളും പിടിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും പൂ പിടിക്കുന്നതിനൊരു പ്രശ്നമാണ്.
കാണാം ചെമ്പകത്തിൻ്റെ കൂട്ടം ഇവർ ഇത്ര നന്നായിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒറ്റ വെള്ളത്തിലാണ് കണ്ടു കഴിഞ്ഞാൽ നിറയെ ചെമ്പകപ്പൂവാണ്, നിറച്ചും ചെമ്പകപ്പൂവാണ്. ഇത് മുഴുവനും ചെമ്പകപ്പൂവാണ്, വൈറ്റ് ചെമ്പകം. നോക്കി ഇത്ര നിറച്ച് പിടിച്ചിട്ട് നോക്കി, അത് അവർ താമസിക്കുന്നവരുടെ കോമ്പൗണ്ടിലുള്ളതാണ്. ഇത്ര നന്നായിട്ടുണ്ട് നോക്കി. നല്ല മുല്ലപ്പൂവാണ്. ഇതിൽ ഒരേ ചെടിയിൽ തന്നെ ഒരു 4-5 കളർ ഒന്നിച്ച് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒന്ന് ഫോക്കസ് ചെയ്തോളൂ. ഇത് നമ്മുടെ നാട്ടിലുള്ള അരയാൻ മരമാണ്. ശരിക്കും നമ്മുടെ ആലിലൊക്കെ തന്നെ ഇങ്ങനെ നോക്കിയുള്ള ആലില അറിയാലില്ല. ഇത് നമ്മുടെ നാട്ടിലെ കാട്ട് തുളച്ച്, മൊത്തം ഇവിടെ കാണുന്നൊക്കെ കാട്ട് തുളച്ച്. കാട്ട് തുളച്ച് ഇരിച്ചിട്ട് അടുത്തായി കാണാൻ പോകുന്നത് മുരിങ്ങയുടെ ചെടിയാണ്. ഇതിന് ആ മുരിങ്ങ പിടിക്കുന്ന സമയത്ത് കണ്ടമാനം മുരിങ്ങ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് സീസൺ കഴിഞ്ഞുകൊണ്ടാണ് തോന്നുന്നു. ഇപ്പോൾ മുരിങ്ങ ഇല്ല, ഇലകളൊക്കെ നല്ല തഴച്ച് വളർന്നിട്ടുണ്ട്. എത്ര ഈ കാട് നിറയുക, ആ സൈഡ് ഇതെല്ലാം മുരിങ്ങയല്ലേ. നാട്ടിലൊന്നും ഞാനങ്ങനെ കണ്ടിട്ടില്ല. ചെടിയാണെന്നുള്ള പേരൊന്നും എനിക്കറിയില്ല. പൂക്കളൊക്കെ നല്ല അടിപൊളി, നല്ല കളറുണ്ട്. ചെറിയ ചുറ്റിപ്പൂവല്ല, ചുറ്റിപ്പൂവിൻ്റെ വലിയൊരു സൈസിലുള്ള ചെടിയാണ്. അത് നല്ല കൊലകൊലയായിട്ട് തന്നെ വളരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഫ്ലവർ കാണാറില്ല, അതുകൊണ്ട് നമുക്കറിയുന്നില്ല എന്താണ് ഇതിൻ്റെ പേര് എന്നുള്ളത്.
തന്നെ പിന്നെ ബോഗൺവില്ലയുടെ ചെടിയാണ്. പക്ഷെ അതിൻ്റെ അടുത്ത് വേറൊരു ചെടിയും കൂടി വന്നിട്ടുണ്ട്. അതിൻ്റെ ഫ്ലവറാണിത്. എന്താണെന്നുള്ളത് എനിക്ക് പിടിയില്ല. നമ്മുടെ നാട്ടിലുള്ള ഫ്ലവറാണോ അല്ല ഇതൊന്ന് വേറെ ടൈപ്പാണോ എന്നുള്ളത് എനിക്കത്ര പിടിയില്ല. ഇതെല്ലാം ഒരു എന്താ പറയുക, ഇങ്ങനെ വിടരാത്ത ടൈപ്പിലാണ്. വിടർന്ന് കഴിയുമ്പോഴേക്കും ഇതിങ്ങനെ ചുഴിഞ്ഞു പോകും. ഇതാണ് കൈനാറിപ്പൂ. നമ്മുടെ നാട്ടിൽ പറയണേ കൈനാറിപ്പൂ. നിറയെ പൂക്കളായിട്ടുണ്ട് ഇവിടെ. ഇത് ഭംഗിയാണ് നോക്കി കാണാൻ വേണ്ടിയിട്ട്. ഇത് ഒരു ഗാർഡനോ കാര്യങ്ങളൊന്നുമല്ല. ഇത് ജസ്റ്റ് ഇവർ ഈ റോഡിൻ്റെ സൈഡിൽ വളർത്തുന്ന ചെടികളാണ്. നിറയെ പിടിച്ചിരിക്കുന്നു. ഇത് ഭംഗിയാണ്. ഇതാണ് നമ്മുടെ നാട്ടിലെ വന. ഇതേപോലെ നല്ല സ്ട്രോങ് ആയി നിൽക്കാൻ നോക്കി ഉണങ്ങി വളരുന്നു. ഉഷാറായിട്ട് വളരും. ഇവിടെ വെള്ളത്തിൻ്റെ ക്ഷാമം കാരണം ഇതിൽ വെള്ളമില്ലാന്ന് എനിക്ക് നല്ല പാലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തണുപ്പ്. ഈ മരത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് എന്ത് സുഖം.